നമുക്ക് പെട്ടെന്ന് കിതപ്പ് കുറച്ചൊരു ഒരു നട പോലും നമുക്കൊന്ന് ആർക്കും കയറാൻ പറ്റില്ല. നട കയറുമ്പോഴത്തേക്കും നമുക്ക് ക്ഷീണിക്കും. അല്ലെങ്കിൽ നമ്മളൊന്ന് ആരെങ്കിലും പട്ടിയിട്ട് ഓടിച്ചാൽ എന്തായാലും നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ഷീണം കതപ്പൊക്കെ വരും. നമുക്ക് ശ്വാസം പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഈ പ്രാണായാമത്തിലൂടെ എന്ത് ചെയ്യുക, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കണം. ശ്വാസകോശത്തിൻ്റെ ശേഷി വർദ്ധിപ്പിച്ചാൽ എന്താ ഗുണം? കൂടുതൽ ഓക്സിജൻ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വരും. കൂടുതൽ ഓക്സിജൻ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വന്ന് എന്ത് ചെയ്യും? ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ ഓക്സിജൻ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഇല്ലാതെ വരുന്നാൽ ആ ഭാഗത്താണ് നമുക്ക് വേദന ഉണ്ട്, ആ ഭാഗം ഡെഡാവും നമ്മുടെ ഇത്. അപ്പം നമുക്ക് എന്ത് ചെയ്യുക? നമ്മുടെ ഇവിടെയൊക്കെ വേദന എടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? അവിടെ കൃത്യമായിട്ട് ഓക്സിജൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. ഓക്സിജൻ വരാതെ വരുമ്പോൾ അവിടെ വേദന എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായ വ്യായാമം യൂസണിങ് ഒക്കെ ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് ഇളകുമ്പോൾ അവിടെയെല്ലാം നമുക്ക് ശരീരത്തിൽ കൃത്യമായ ഓക്സിജൻ കിട്ടും. തലച്ചോറിലേക്ക് നല്ലതായിട്ട് ഓക്സിജൻ വരും. അതിനുശേഷം ശരീരത്തിന് ആവശ്യമായ ലൂസണിങ് കൊടുക്കും. പിന്നെ ശ്വസന വ്യായാമങ്ങൾ നമ്മൾ ചെയ്യും. അതിനുശേഷം ആസനങ്ങളിലേക്ക് പോകും. ആസനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് പഴയ രീതിയിൽ വന്ന് ശവാസനത്തിൽ കിടന്നതിന് ശേഷം നമ്മൾ ബോഡി റിലാക്സ് ആക്കിയിട്ട് ഫ്രഷ് ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ യോഗ ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. വന്നതിനേക്കാളും ഫ്രഷ് ആയിട്ട്